എറണാകുളം മാമംഗലത്തെ സ്വകാര്യ മൃഗാശുപത്രിയിൽ ഏൽപ്പിച്ച തന്റെ പൂച്ചയ്ക്ക് ജീവൻ നഷ്ടമായെന്ന പരാതിയുമായി ഇപ്പോൾ രംഗത്ത് വരികയാണ് സംവിധായകൻ നാദിർ ഷാ. പൂച്ചയെ കുളിപ്പിക്കാനാണ് ആശുപത്രിയിൽ എത്തിച്ചത്. സെഡേഷൻ നൽകുന്നതിന് വേണ്ടി പൂച്ചയുടെ കഴുത്തിൽ കുരുക്കിട്ട് വലിച്ചു കൊണ്ടുപോയി. പരിചരിക്കാൻ അറിയാത്തവർ പരിചരിച്ചതുകൊണ്ടാണ് പൂച്ചയുടെ ജീവൻ നഷ്ടമായതെന്നും നാദിർ ഷാ പറയുന്നു. ഞങ്ങൾക്ക് ഒരു പേർഷ്യൻ ക്യാറ്റ് ഉണ്ട്. ആ ക്യാറ്റിനെ ഇന്നലെ ഗ്രൂം ചെയ്യിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മകളും ഭാര്യയും കൂടി എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിൽ. കാരണം ഈ ക്യാറ്റിനെ ഗ്രൂം ചെയ്യിക്കുന്നതിന് മുമ്പ് അതിനൊന്ന് സെഡേറ്റ് ചെയ്യണം. പുതിയ പിള്ളേരാണോ പഴയ പിള്ളേരാണെന്ന് അറിയില്ല, രണ്ട് മലയാളി പിള്ളേരാണ്. പിന്നെ അതിൻ്റെ കൂടെ ഏതോ ബംഗാളി പിള്ളേരുണ്ട്. മകളുടെ അടുത്ത് പറഞ്ഞ് അല്ല സെഡേറ്റ് ചെയ്യാണ്ട് തന്നെ ഞങ്ങൾ ഗ്രൂം ചെയ്യാൻ നോക്കാമെന്ന്. അപ്പോൾ മകള് പറഞ്ഞ് സെഡേറ്റ് ചെയ്യാണ്ട് ഗ്രൂം ചെയ്യാൻ പറ്റില്ല, കാരണം അത് കുറച്ച് അഗ്രസീവാണ് ക്യാറ്റ്. അപ്പോൾ ഇവർ പറഞ്ഞാൽ ഇതിനേക്കാളും വലുതിനെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ കഴുത്തിൽ ഒരു ചരട് കെട്ടിയിട്ട് ഇതിനെ വലിച്ച് കൊണ്ടുപോകുന്നതാണ് എൻ്റെ മോള് കണ്ടത്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ ക്യാറ്റിൻ്റെ ബോഡി അത് മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തിരിച്ചത്. സെഡേറ്റ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അറ്റാക്ക് കൊണ്ട് മരിച്ചു എന്നാണ് പറഞ്ഞത്. ക്യാറ്റ് തിരിച്ച് ബലം പിടിക്കുന്ന സമയത്ത് ഇവർ വലിച്ചുകൊണ്ട് പോകുന്നത് കണ്ടതിൻ്റെ പേരിലാണ് ഞങ്ങളത് പോലീസ് കേസ് കൊടുക്കുന്നുണ്ട്. പോലീസിൽ കേസ് കൊടുത്തിട്ടുണ്ട്. സമൂഹ മാധ്യമത്തിലൂടെയാണ് ഈ ഒരു പരാതി ആദ്യമായി സംവിധായകൻ നാദിർ ഷാ ഉന്നയിക്കുന്നത്. അതിനുശേഷം ആ പോസ്റ്റിന് താഴെ നിരവധി ആളുകൾ ഈ ആശുപത്രിക്കെതിരെ, ഈ എറണാകുളം പെറ്റ് ഹോസ്പിറ്റലിനെതിരെ വ്യാപകമായ പരാതിയുമായി രംഗത്ത് വരുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് പ്രദീപ് ജോസഫാണ് നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത്. പ്രദീപ്, സംവിധായകന്റെ പരാതി എന്താണ്? ഇപ്പോൾ പരാതി പോലീസിന് നൽകിയെന്ന് പറയുന്നു. ഇതിനോടകം തന്നെ കുറേ അധികം ആളുകൾ ഈ നാദിർ ഷായുടെ പോസ്റ്റിന് താഴെ വന്ന് ഈ ആശുപത്രിക്കെതിരെ സമാനമായ രീതിയിലുള്ള പരാതികൾ ഉന്നയിക്കുന്നുണ്ട്. എന്താണ് സംഭവം? ആര്യ, പേർഷ്യൻ ഇനത്തിൽപ്പെട്ട പൂച്ചയാണ് നാദിർ ഷായുടേത്. ഇതിനെ ഗ്രൂം ചെയ്യുന്നതിന് മുന്നോടിയായി, അതായത് കുളിപ്പിച്ച് നഖവും മറ്റും വെട്ടി വൃത്തിയാക്കുന്നതിന് മുന്നോടിയായാണ് ചെറിയ സെഡേഷൻ അല്ലെങ്കിൽ അനസ്തേഷ്യ നൽകുന്നതിന് വേണ്ടി ഇടപ്പള്ളിയിലെ ഒരു സ്വകാര്യ മൃഗാശുപത്രിയിൽ എത്തിച്ചത്. നാദിർ ഷായുടെ മകൾ ഉൾപ്പെടെയാണ് ഇതിനെ ഇവിടെ കൊണ്ടുചെന്നത്. ഇത്തരത്തിൽ ഗ്രൂം ചെയ്യുന്നതിന് മുന്നോടിയായി സഡേഷൻ നൽകേണ്ട ആവശ്യമില്ല എന്ന് ജീവനക്കാർ പറഞ്ഞതായി പറയപ്പെടുന്നു. പക്ഷേ നിശ്ചയമായും സഡേഷൻ നൽകണം, അതല്ലെങ്കിൽ കുതിരി ഓടാൻ ശ്രമിക്കുകയോ മറ്റോ ചെയ്താലോ, അതുകൊണ്ട് സഡേഷൻ നൽകണം. സാധാരണ സഡേഷൻ നൽകിയാണ് ചെയ്യുന്നത് എന്ന് കുടുംബാംഗങ്ങൾ പറഞ്ഞു. അതിനനുസരിച്ച് ഈ സഡേഷൻ നൽകാൻ വേണ്ടി ഈ സ്വകാര്യ മൃഗാശുപത്രിയിലെ ജീവനക്കാർ ഈ പേർഷ്യൻ ക്യാറ്റിനെ കഴുത്തിൽ ഒരു കുടുക്കിട്ട് അകത്തേക്ക് കൊണ്ടുപോയി എന്നാണ് നാദിർ ഷാ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പൂച്ച ചത്തതായി ജീവനക്കാർ വന്നറിയിച്ചു. അതായത് ഇത്തരത്തിൽ സഡേഷൻ നൽകുന്നതിനിടെ ഹൃദയാഘാതമുണ്ടായി പൂച്ച ചത്തു എന്നാണ് അറിയിച്ചത്. ഇതാണ് നാദിർ ഷാ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. എന്തായിരുന്നാലും ഈ ആശുപത്രിക്കെതിരെ പരാതി നൽകിയതായും അദ്ദേഹം അറിയിക്കുന്നു. ഇനി ആരും ഈ ആശുപത്രിയിൽ കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നാദിർ ഷാ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. അതേസമയം ഈ ആശുപത്രി അധികൃതരുമായി നമ്മൾ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നു. തങ്ങളുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. നാദിർ ഷായുടെ കുടുംബാംഗങ്ങളുടെ പക്കൽ നിന്ന് ഈ പൂച്ചയ്ക്ക് സെഡേഷൻ നൽകുന്നതിന് മുന്നേ സമ്മതപത്രം ഉൾപ്പെടെ വാങ്ങിയിരുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ സെഡേഷൻ നൽകുമ്പോൾ ഒരു പക്ഷേ ഉണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് അവരെ പറഞ്ഞ് ബോധവൽക്കരിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ഭാഗത്തുനിന്ന് യാതൊരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്.